ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്ക് PSC. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ 5ാമത്തെ പാർട്ടാണ്. 4 പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്താണ്. ഇത് 5ാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാക്ടർ ഇസ് എ പെട്രോൾ വെഹിക്കിൾ, ഡീസൽ വെഹിക്കിൾ, CNG വെഹിക്കിൾ, നൺ. ട്രാക്ടർ എന്ന് പറയുന്നത് ഒരു ഡീസൽ വെഹിക്കിളാണ്. ഓക്കെ, അടുത്തത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺസ് അബൌട്ട് 20 degree before TDC, 40 degree before TDC, 20 degree after TDC, 40 degree after TDC. ഓക്കെ, ഇപ്പോൾ TDC എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ ആണ്, BDC ബോട്ടം ഡെഡ് സെൻറ്റർ ആണ്. ഇപ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുക 20 degree before TDC, അതായത് പിസ്റ്റൺ TDC എത്തുന്നതിൻ്റെ 20 degree മുൻപായിട്ടാണ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുക. നമുക്ക് നോക്കാം. ഇതാണ് വാൽവ് ടൈമിംഗ് ഡയഗ്രാം. ഓക്കെ, ഇവിടെ IVO എന്ന് കണ്ടില്ലേ നിങ്ങൾ? IVO എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺസ്. ഈ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മളുടെ മോളിൽ TDCയും BDCയാണ് ഇവിടെ. ഓക്കെ, അതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ പിസ്റ്റൺ ഈ TDCയിൽ എത്തുന്നതിൻ്റെ 20 ഡിഗ്രി കണ്ടോ, ഇവിടെ 20 ഡിഗ്രി മാർക്ക് ചെയ്യുന്നുണ്ട്. 20 ഡിഗ്രി മുൻപാണ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യാം. അത് ആ ഓപ്പൺ ചെയ്ത വാൽവ് അടയുന്ന എപ്പോഴാണ് കണ്ടോ, ഇവിടെ സക്ഷൻ കണ്ടോ. ഈ സക്ഷൻ തീരുന്നത് BDC കഴിഞ്ഞിട്ട് 35 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഗ്രി വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, 35 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് IVC. അപ്പം അതുപോലെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യപ്പോഴാണ് BDCൻ്റെ 35 ഡിഗ്രി മുൻപായിട്ടാണ് ഓപ്പൺ ചെയ്യുക. അത് പിന്നെ ക്ലോസ് ചെയ്യുന്നത് EVC TDC കഴിഞ്ഞ് 10 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇപ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും, ഇവിടെ എക്സോസ്റ്റ് വാൽവ് ക്ലോസ്. അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൽവ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് വാൽവും തുറന്നു നിൽക്കുന്ന സിറ്റുവേഷനാണ് വാൽവ് ഓവർലാപ്പ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളതാണ് എഴുതേണ്ടത്. ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പെട്രോൾ എഞ്ചിൻ വർക്ക്സ് ഓൺ ഡീസൽ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡ്യുവൽ സൈക്കിൾ, നൺ. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിലാണ്, ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിൾ. പെട്രോൾ ഓട്ടോ, ഡീസൽ തന്നെ. 4ാമത്തെ ക്വസ്റ്റ്യൻ, IC എഞ്ചിൻ പിസ്റ്റൺസ് ആർ ജനറലി മെയ്ഡ് ഓഫ്. IC എഞ്ചിൻ്റെ പിസ്റ്റൺസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? കാസ്റ്റ് അയൺ, റോട്ട് അയൺ, കോപ്പർ അലോയ്, അലൂമിനിയം അലോയ്. അപ്പോൾ അതിൻ്റെ ആൻസർ അലൂമിനിയം അലോയ് ആണ്. പല സ്ഥലത്ത് നമുക്ക് കാസ്റ്റ് അയൺ എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അലൂമിനിയം അലോയ് ഒരു ഓപ്ഷനായിട്ട് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയി നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത്, കമ്പഷൻ ചേമ്പേഴ്സ് ആർ മെയ്ഡ് ഇൻ T ഷേപ്പ്, ഹെക്സഗണൽ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, W ഷേപ്പ്. കമ്പഷൻ ചേമ്പേഴ്സ് സാധാരണ ഉണ്ടാക്കുന്നത് T ഷേപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കമ്പഷൻ. ഇതാണ് ഒരു കമ്പഷൻ ചേമ്പർ, അതായത് ഒരു സിലിണ്ടറിൻ്റെ അകത്ത് കമ്പഷൻ നടക്കുന്ന ആ ഒരു ഭാഗമാണ് കമ്പഷൻ ചേമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലിണ്ടർ ഇങ്ങനെ പോയിട്ട് മോൾ ഭാഗത്ത് ഈ വാൽവുകൾ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫ്ലാഞ്ച് കുറച്ച് നീട്ടി ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു T ഷേപ്പാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡ് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഉണ്ടാവും. സ്പാർക്ക് പ്ലഗ് ചിലപ്പോൾ നടുവിലായിരിക്കാം, കുറച്ച് സൈഡിലോട്ടാവാം, ആ ഡിസൈൻ അനുസരിച്ച് മാറും. അപ്പോൾ നമുക്ക് സാധാരണ കമ്പഷൻ ചേമ്പേഴ്സ് ഉണ്ടാക്കുന്നൊരു T ഷേപ്പ് മാതൃകയിലാണ് ഉണ്ടാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്രഷൻ റിങ്സ് ആർ ഫിറ്റഡ് അറ്റ് ദി മിഡിൽ ഓഫ് സ്കേർട്ട്, ബോട്ടം ഓഫ് സ്കേർട്ട്, ടോപ്പ് ഓഫ് സ്കേർട്ട്, നോവർ. ടോപ്പ് ഓഫ് സ്കേർട്ട്, അതായത് ഒരു പിസ്റ്റൻ്റെ ഏത് ഭാഗത്താണ് കംപ്രഷൻ റിങ്സ് ഫിറ്റ് ചെയ്യുക? പിസ്റ്റൻ്റെ ടോപ്പ് സ്കേർട്ടിലാണ് കംപ്രഷൻ റിങ് ഫിറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇതാണ് പിസ്റ്റൺ. ഈ പിസ്റ്റൻ്റെ നമുക്ക് 3 റിങ്സ് ഉണ്ടാവും. ഇവിടെ 3 റിങ്സ്, ആദ്യത്തെ 2 കംപ്രഷൻ റിങ്സ് തന്നെയാണ്. പക്ഷേ ഏറ്റവും മുകളിലാണ് കംപ്രഷന് വേണ്ടി മാത്രം. കംപ്രഷൻ റിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സക്ഷൻ കഴിഞ്ഞാൽ കംപ്രഷൻ സ്ട്രോക്ക് അല്ലേ, കംപ്രഷൻ സ്ട്രോക്കിൽ അത്രയും ആ ഒരു മിക്സറിനെ, എൽഫ്യൂർ മിക്സർ അല്ലെങ്കിൽ ഡീസലാണെങ്കിൽ ഡീസലിനെ കംപ്രസ് ചെയ്യുമ്പോൾ അത് പിസ്റ്റൻ്റെ താഴേക്ക് ഇറങ്ങി പോകാൻ പാടില്ല. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് കംപ്രഷൻ റിങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നുള്ളത് കംപ്രഷൻ ആൻഡ് വൈപ്പർ റിങ് കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ റിങ് യൂസ് ചെയ്യുക. ഏറ്റവും താഴത്തതായിരിക്കും ഓയിൽ റിങ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങളോട് ചോദിക്കും, ഓയിൽ റിങ് എവിടെയാണ് ഫിറ്റ് ചെയ്യുക, കംപ്രഷൻ റിങ് എവിടെയാണ് ഫിറ്റ് ചെയ്യുക? കംപ്രഷൻ റിങ് ഏറ്റവും ടോപ്പ് സ്കേർട്ടിലും ഓയിൽ റിങ് എന്ന് പറഞ്ഞാൽ ബോട്ടം സ്കേർട്ടിലുമാണ് ഫിറ്റ് ചെയ്യുക. അടുത്തത്, പിസ്റ്റൺ പിൻ ഇസ് ഓൾസോ നോൺ ആസ് ഗഡ്ജൺ പിൻ, ക്രാങ്ക് പിൻ, സ്ക്രൂ പിൻ, നൺ. പിസ്റ്റൺ പിന്നിൻ്റെ വേറൊരു പേരാണ് ഗഡ്ജൺ പിൻ. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ കണ്ടില്ല, ഒരു പിസ്റ്റണും കണക്റ്റിംഗ് റോഡ്. ഇതാണ് കണക്റ്റിംഗ് റോഡ്, ഈ താഴേക്ക് പോകുന്നതാണ് കണക്റ്റിംഗ് റോഡ്. ഇതാണ് പിസ്റ്റൺ. ഇതിന് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന സാധനമാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പിന്നാണ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത്. ഓക്കെ, സെയിം ഫിഗറിൽ തന്നെ നമുക്ക് എന്ത് പറയാം, ഗഡ്ജൺ പിൻ എന്നും പറയാം. ഇത് രണ്ടും സെയിം സാധനങ്ങളാണ്.
ഇപ്പോൾ ഗഡ്ജൻ പിൻ അല്ലെങ്കിൽ പിസ്റ്റൺ പിന്നിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു കണക്റ്റിംഗ് റോഡും പിസ്റ്റണും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗഡ്ജൻ പിന്ന് യൂസ് ചെയ്യുന്നത്. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് വാങ്കൽ റോട്ടറി എഞ്ചിനീയേഴ്സ്. ഹൈ റണ്ണിങ് കോസ്റ്റ്, ലോ റണ്ണിങ് കോസ്റ്റ്, ലോ വോളിമെട്രിക് എഫിഷ്യൻസി, ബിഗർ ഇൻ സൈസ്. അഡ്വാൻറ്റേജ് ലോ റണ്ണിങ് കോസ്റ്റ് ആണ്. ഇപ്പോൾ വാങ്കൽ എഞ്ചിൻ എന്താണ്? ഇങ്ങനെയാണ് ഒരു വാങ്കൽ എഞ്ചിൻ ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു ഷാഫ്റ്റ് ഇവിടെ കോൺസെൻട്രിക് ആയിട്ട് ഓടും. അത് ഒരു എപ്പിസൈക്കിൾ ഗിയർ ട്രെയിൻ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ എന്താവും, ഈ വലിയ ഗിയർ കുറച്ച് എക്സെൻട്രിക് ആയിട്ടാണ് കറങ്ങുക. ആ റൊട്ടേഷനാണ് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഒരു പിസ്റ്റൺ കിട്ടുക. അതാണ് ട്രയാങ്കുലർ ഷേപ്പ് പിസ്റ്റണാണിത്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ ഈ ഭാഗത്തുമ്പോൾ സക്ഷൻ കേട്ടോ. അപ്പോൾ ഈ നീല നിറത്തിലുള്ളതാകുമ്പോൾ ആ ഉള്ളിലേക്ക് ആ ഒരു മിക്സർ കയറി വന്നു. പിന്നെ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ട് അതിനെ കംപ്രസ് ചെയ്തു. ഓക്കെ, പിന്നെ അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതെവിടെയാണ് പ്ലഗ്സ് വരുന്നത്, സ്പാർക്ക് പ്ലഗുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താവും, അവിടെ ഇഗ്നീഷൻ സംഭവിക്കും. ഈ ലാസ്റ്റ് എക്സോസ്റ്റ് ആകുമ്പോൾ ഈ ഒരു പോർട്ട് ഓപ്പൺ ആവുന്നു, അതിലൂടെ കമ്പസ്റ്റൻ പ്രോഡക്റ്റ് പുറത്തു പോകുന്നു. ഇപ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ള ഒരു പിസ്റ്റൺ എക്സെൻട്രിക് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു എഞ്ചിൻ, ഇതാണ് വാങ്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ലോ റണ്ണിങ് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് എൻ എഞ്ചിൻ ഇസ് ദി പവർ ഡെവലപ്ഡ് ഇൻ ഇറ്റ് സിലിണ്ടർ, ഓൺ ദ പിസ്റ്റൺ, ഓൺ ദ ക്രാങ്ക് ഷാഫ്റ്റ്, ഓൺ ദി കണക്റ്റിംഗ് റോഡ്. ഇൻഡിക്കേറ്റർ പവർ എവിടെ ഉണ്ടാവുക? സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് ഇൻഡിക്കേറ്റർ പവർ ഉണ്ടാവുക. നമ്മൾ കുറച്ച് മുന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്യൂവലിന് കിട്ടുന്ന കമ്പഷൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു പവറാണ് ഇൻഡിക്കേറ്റഡ് പവർ. ഓക്കെ, കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പവർ. ഇനി ബ്രേക്ക് പവർ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രേക്ക് പവർ എന്ന് പറയുമ്പോൾ ഈ പിസ്റ്റൺ താഴോട്ടേക്ക് ഇറങ്ങി പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് വഴി കണക്ട് ചെയ്തിട്ടാണ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിലാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഉള്ളത്. ആ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റിലൂടെ പുറമെ കിട്ടുന്ന പവറാണ് ബ്രേക്ക് പവർ. ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ ഇൻഡിക്കേറ്റർ പവർ ഉണ്ടായി, ഇനി അവിടെ നിന്ന് ഓരോ ഭാഗങ്ങൾ വഴി കണക്ട് ചെയ്തിട്ടാണ് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കുറേ ഫ്രിക്ഷൻ വഴി പവർ ലോസായി പോകും. അതാണ് ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ പവറിനേക്കാളും താഴെയായിരിക്കും ബ്രേക്ക് പവർ. ഓക്കെ, ഇൻഡിക്കേറ്റർ പവർ ആണെങ്കിൽ 100 ആണെങ്കിൽ ബ്രേക്ക് പവർ 80, 90 അങ്ങനെ പറയാം. ഓക്കെ, ഇൻഡിക്കേറ്റർ പവറിനേക്കാളും ലെസ്സർ ആയിരിക്കും ബ്രേക്ക് പവർ. അതൊന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവറാണ്. ഓക്കെ, അടുത്തത് മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഇൻലെറ്റ് വാൽവ്, ക്യാം, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്. മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്യാം ആണ്. ഓക്കെ, ക്യാം ആണ് ഒരു മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് എൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഇതൊരു മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പാണ് ഈ ഒരു കാണുന്നത്. ആ മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് റോക്കറാം വഴിയാണ് ഈ ഒരു ക്യാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്യാമിലൂടെയാണ് ഈ ഒരു മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. അതായത് ടൈമിംഗ് അനുസരിച്ചിട്ടാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വേണ്ടത് അല്ലേ. അപ്പോൾ ഈ ക്യാമിൻ്റെ റൊട്ടേഷനിലാണ് നമുക്ക് ആ ടൈമിംഗ് കിട്ടുക. അപ്പോൾ ആ ടൈമിംഗ് പ്രകാരമായിരിക്കും മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഫ്യൂവൽ എത്തിച്ചു കൊടുക്കുക. അതുപോലെ ക്യാം തന്നെയാണ് ഈ ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. റോക്കറാം വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് ദ മെത്തേഡ് ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ? ഫ്യൂവൽ ഇഞ്ചക്ഷനിൽ പെടാത്ത ഒരു മെത്തേഡ് ഏതാണ്? എയർ ബ്ലാസ്റ്റ് ഇഞ്ചക്ഷൻ, സോളിഡ് ഇഞ്ചക്ഷൻ, ഇൻഡിവിജ്വൽ പമ്പ് ഇഞ്ചക്ഷൻ, പ്രഷർ ഇഞ്ചക്ഷൻ. അതിൻ്റെ ആൻസർ വരുന്നത് പ്രഷർ ഇഞ്ചക്ഷൻ ആണ്. ഓക്കെ, പ്രഷർ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇല്ല. ബാക്കി 3 ഉണ്ട് കേട്ടോ. എയർ ബ്ലാസ്റ്റ്, സോളിഡ്, ഇൻഡിവിജ്വൽ പമ്പ് ഇഞ്ചക്ഷനൊക്കെ ഉള്ള മെത്തേഡ്സ് ആണ്. പ്രഷർ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇല്ല. അടുത്തത്, ഇഞ്ചക്ടർ ഈസ് നോട്ട് ലൊക്കേറ്റഡ് ഇൻ സിലിണ്ടർ, പോർട്ട്, മാനിഫോൾഡ്, ക്രാങ്ക് കേസ്. ഇഞ്ചക്ടർ ലൊക്കേറ്റ് ചെയ്യാത്ത ഭാഗം ഏതാണ്? ക്രാങ്ക് കേസ് അല്ലേ. കാരണം ഇഞ്ചക്ടർ ഇവിടെ ഉണ്ടാവുക ഏറ്റവും മുകളിലുണ്ടാവും അല്ലേ, കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ മുകളിൽ. ഇൻലെറ്റ് വാൽവിൻ്റെയും എക്സോസ്റ്റ് വാൽവിൻ്റെ ഒക്കെ അടുത്തായിട്ട് ആ ഒരു പോർട്ടിൻ്റെ അല്ലെങ്കിൽ മാനിഫോൾഡിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഇഞ്ചക്ടർ സിറ്റുവേറ്റ് ചെയ്യുക. ക്രാങ്ക് കേസ് എവിടെയാണ്? ഏറ്റവും താഴെ അല്ലേ. ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗർ എൻഡ് വരുന്ന ഒരു ഭാഗമാണ് ഈ ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. അവിടെ ഇഞ്ചക്ടർ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ക്രാങ്ക് കേസ് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് ക്രാങ്ക് കേസ്. മുകളിലാണ് എന്തുള്ളത്? ഫ്യൂൽ ഇഞ്ചക്ടർ ഉള്ളത്. അപ്പോൾ അവിടെയാണ് ഈ മാനിഫോൾഡ്, ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, പോർട്ടുകളൊക്കെ ആ ഭാഗത്താണ് വരിക. ഏറ്റവും താഴെയാണ് ക്രാങ്ക് കേസ് ഉണ്ടാവുക. അവിടെ ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് ഗവർണർ? മാനുവൽ, മെക്കാനിക്കൽ, ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്. അതിൻ്റെ ആൻസർ വരുന്നത് മാനുവലാണ്. മാനുവൽ ടൈപ്പ് ഗവർണർ ഇല്ല. ഓക്കെ, ഇത് മെക്കാനിക്കലോ ഹൈഡ്രോളിക്കോ ഒക്കെ ആ രീതിയിലൊക്കെയാണ് ഗവർണേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സിമ്പിൾ വാട്ട് ഗവർണർ,
അതുപോലെ പോർട്ടർ ഗവർണർ എന്നൊക്കെ പറയുന്നതൊക്കെ മെക്കാനിക്കൽ ഗവർണറിലൊക്കെ പെട്ട സാധനങ്ങളാണ്. അടുത്തത് ഇഗ്നീഷൻ അഡ്വാൻസ് മെക്കാനിസം ഇസ് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെക്കാനിസം, സർക്കുലർ അഡ്വാൻസ് മെക്കാനിസം, റോട്ടറി അഡ്വാൻസ് മെക്കാനിസം, നണ്ണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെക്കാനിസം ആണ്. ഇഗ്നീഷൻ അഡ്വാൻസ് മെക്കാനിസം പറഞ്ഞാൽ ഇഗ്നീഷനെ അഡ്വാൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് കണ്ടില്ലേ ഇവിടെ ഈ ക്യാമും വെയിറ്റും വെച്ച് നമുക്ക് എന്താ ഈ സെൻട്രിഫ്യൂഗൽ പവർ വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അഡ്വാൻസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇഗ്നീഷൻ അഡ്വാൻസ് ആയി കൊടുക്കുക ആ ഒരു മെക്കാനിസമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ട് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെക്കാനിസം ആണ് ഇവിടെ ഇഗ്നീഷന് യൂസ് ചെയ്യുക. ഓക്കെ, ഇതൊരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഗ്നീഷൻ അഡ്വാൻസ് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ക്ലച്ച് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സ്ലൈഡിങ്, റോളിംഗ്, റൊട്ടേറ്റിംഗ്, ഫ്രിക്ഷൻ. ക്ലച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഫ്രിക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫ്രിക്ഷനിൽ എന്ന് പറഞ്ഞാൽ പ്രഷർ പ്ലേറ്റും അതുപോലെ പിന്നെ ഫ്രിക്ഷൻ പ്ലേറ്റും രണ്ടും കൂടെ എന്ത് ചെയ്യും? ഫ്ലൈ വീലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അല്ലേ? അവിടെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഈ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഫ്രിക്ഷനിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മെക്കാനിക്കൽ ലോക്കിംഗ് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു സ്പ്രിങ് ഈ ഒരു പ്രഷർ പ്ലേറ്റിനും ഫ്രിക്ഷൻ പ്ലേറ്റിനും കൂടെ കൂട്ടി ഒട്ടിച്ച് ആ ഒരു ഫ്രിക്ഷനിൽ അവിടെ വെക്കും. അപ്പോൾ ആ ഫ്രിക്ഷണൽ പവറിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിസെൻഗേജ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമ്മൾ ക്ലച്ച് പിടിച്ചു വെച്ചു, ക്ലച്ച് പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഈ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ഫിഗർ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റാണ്, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ അവിടെ കിട്ടുന്നത്. അത് ബാക്കി ട്രാൻസ്മിഷനിലേക്ക് പോകുന്നില്ല. ഇനി ക്ലച്ച് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്പ്രിങ് ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക്, ഡി എന്ന് പറഞ്ഞ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് സീൻ്റെ മുകളിലേക്ക് പോയിട്ട് പിടിച്ച് നിൽക്കും. അപ്പോൾ ഫ്രിക്ഷൻ്റെ മൂലം എന്ത് സംഭവിക്കും? ഇത് രണ്ടിനും റൊട്ടേഷൻ കിട്ടും. ഡിക്ക് ആ സീൻ്റെ റൊട്ടേഷൻ കിട്ടും. അങ്ങനെയാണ് ബാക്കി ട്രാൻസ്മിഷനിലേക്ക് ആ പവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണും കേട്ടോ. മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസും കൂടെ കാണാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.